സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഹൗ ടു സ്റ്റഡി എഫക്റ്റീവ്ലി എന്നാണ്. സോ നമ്മൾ രണ്ടാമത്തെ വീഡിയോ ഇട്ടപ്പോൾ അത്യാവശ്യം കുറച്ച് വ്യൂസൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് ഫസ്റ്റിന് അത്രയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഗൈസ്. സോ ഗൈസ്, ഇന്ന് വന്നിട്ടുള്ള വീഡിയോ ഞാൻ പറഞ്ഞു നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് പഠിക്കാൻ സഹായിക്കാൻ പറ്റും. സോ ഗൈസ്, എക്സാമൊക്കെ ആണെങ്കിൽ അപ്പോൾ ഇത് എക്സാമിൻ്റെ തലേ ദിവസം ഇരുന്ന് പഠിക്കുന്ന വീഡിയോ ആണ്. സോ ഞാൻ അവിടെ ഇരുന്ന് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അലാറമൊക്കെ ഈ പ്രാവശ്യം കൊണ്ടുവച്ചു. കഴിഞ്ഞ പ്രാവശ്യം വെക്കാത്തതായിരുന്നു, സ്ഥലം ഉണ്ടാവില്ലല്ലോ പഠിക്കാൻ, അതുകൊണ്ട് ഞാൻ അലാറൊന്നും അങ്ങനെ വെക്കില്ലേനു. സോ ഗൈസ്, നമുക്ക് വൈകിക്കേണ്ട വീട്ടിലോട്ട് കിടക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഗൈസ്, നമ്പർ 1 ആയിട്ടുള്ള ലിസ്റ്റ് യുവർ സിലബസ് ടോപ്പിക്സ് എന്നാണ്. നിങ്ങളുടെ സിലബസിലുള്ള ടോപ്പിക്സ് എന്താണെന്നുള്ള ലിസ്റ്റ് ചെയ്യാനാണ്. നമ്പർ 2 ആയിട്ടുള്ള ഐഡൻറ്റിഫൈ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. അപ്പം നമ്മുടെ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തൊന്ന് എഴുതൊക്കെ ചെയ്യാം. നമ്പർ 3, മേക്ക് ഈ സ്റ്റഡി ഷെഡ്യൂൾഡ്. അതായത് ഒരു ടൈം വെച്ചിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ചെയ്യുക. അതായത് 1 മണിക്കൂറിൽ 2 ചാപ്റ്ററാണ്, അങ്ങനെ നിങ്ങളൊരു ടൈം ഷെഡ്യൂൾഡ് തന്നെ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. നമ്പർ 4, യൂസ് ദ ടൈം ബ്ലോക്കിംഗ് മെത്തേഡ് ഓർ ദ പ്രൊമഡോറോ ടെക്നിക് ടു ഇംപ്രൂവ് യുവർ ഫോക്കസ്. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും അതിൻ്റെ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു പൊമഡോറോ ടെക്നിക്കിനെ കുറിച്ചിട്ട്. അപ്പം ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണുള്ളത് എന്നുള്ളത്. സോ അത് നിങ്ങൾ ചെയ്യുക. നമ്പർ 5, മേക്ക് എ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് യു ഹാവ് വൈൽ യു സ്റ്റഡി. അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസും ആൻസറും ഒക്കെ ആയിട്ട്, അതായത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയതിന് ശേഷം ആൻസർ പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ അത് സ്റ്റോർ ആകും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ ആകുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആകും. നമ്പർ 6, റിവ്യൂ യുവർ പ്രോഗ്രസ്. അതായത് നിങ്ങളുടെ പ്രോഗ്രസ്സിനെ നിങ്ങൾ റിവ്യൂ, അതായത് ഡെയിലി റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കണമല്ലോ. നമ്പർ 7 ലാസ്റ്റ് ആയിട്ടുള്ളതാണ്. ഇത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ട കാര്യമാണ്. ടേക്ക് ബ്രേക്സ് റെഗുലർലി. അതായത് കുത്തിയിരുന്ന് പഠിക്കാണ്ട് തന്നെ കുറച്ച് ബ്രേക്കൊക്കെ എടുത്തതിന് ശേഷം പഠിക്കാനായിട്ട് ശ്രമിക്കുക. സോ ഇതൊക്കെയാണ് ഹൗ ടു സ്റ്റഡി എഫക്റ്റീവ്ലി എനിക്ക് പറയാനുള്ള കുറച്ച് പോയിൻറ്റ്സ്. പിന്നെ ഗുഡ് സ്ലീപ്പ് ആയിരിക്കണം, സ്റ്റേ ഹൈഡ്രേറ്റ് ആയിരിക്കണം. ഇതൊക്കെ തന്നെയുള്ളൂ നമ്മുടെ വീഡിയോ. സോ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പം ഇനി എങ്ങനത്തെ വീഡിയോ ആണ് വേണ്ടതെന്നുള്ള ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.